മറ്റേ ആപ്ലിക്കേഷൻ ഇട്ടത് അറിഞ്ഞു. ഞാൻ ഇന്ന് ആപ്ലിക്കേഷൻ ഇടാൻ നിന്നതായിരുന്നു, പക്ഷെ നെയിം റിവീൽ ചെയ്യാൻ സിനിമാറ്റിക്സ് ഇന്ന് ഇറക്കാന്ന് കരുതിയിട്ട് സിനിമാറ്റിക്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കണ് മാലിക്ക്. ഇനി ഞാൻ ഇരുന്ന് കൊടുക്കണം. അതിൻ്റെ കുറച്ചും കൂടി കംപ്ലീഷൻസ് ഉണ്ട്. ഒരു AI ഒക്കെ വെച്ചുകൊണ്ട് കുറച്ച് സാധനമൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാനും കൂടി ഇരുന്നാലേ അത് വർക്കൗട്ട് ആവുള്ളൂ. നാളെ എന്തായാലും ഇന്ന് റിവീൽ ചെയ്യാൻ എന്തായാലും ഉണ്ടാവില്ല കൈസ. കാരണം എന്താ വെച്ചാൽ അത് വീഡിയോ ആക്കിങ്ങാണ്ട് ഓൾറെഡി ചെയ്ത് വെച്ചിക്കണ്. വീഡിയോ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ വന്നാണ്ട് ഇന്ന് ലൈവിൽ അതിൻ്റെ പേര് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എഫേർട്ട് ഇടണമൊക്കെ വെറുതെ എന്തായാലും. കാരണം നാളെ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പല്ലേ, നാളെ ഗ്യാങ് അപ്ലിക്കേഷൻ ക്ലോസിങ് ഡേറ്റാ. അപ്പോൾ എന്തായാലും നാളെ എന്താടാ വെയിറ്റ് ചെയ്യ്. നാളെ എന്തായാലും അത് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യ്. നമ്മൾ എന്തെല്ലാം ചോറിൻ്റെ ബാക്കിലാമത്തെ. നമ്മൾ ഗ്യാങ്ങിൻ്റെ ഈ കാര്യങ്ങൾക്കൊന്നും നോക്കാതിരിക്കാൻ ടൈം കിട്ടില്ല. നമ്മൾ ഒരു തല റെഡി ആകുമ്പോഴത്തേന് മറ്റേ തല കേടുവരും. ഈ മടക്കരമ ചവിട്ടിയമാരെ ഇവിടെ ചവിട്ടുമ്പോൾ അവിടെ പൊന്തും. എല്ലാം ഒന്ന് റെഡിയായി വന്നപ്പം യൂട്യൂബ് പോയി. ഈ വീഡിയോ ഇപ്പം ഞാൻ എവിടെ ഇടുക എന്നുള്ളത് അറിയില്ല. ഈ വീഡിയോ മിക്കവാറും ഞാൻ ഒന്നെങ്കിൽ പുതിയ ചാനൽ തുടങ്ങിയാണ്ട് അതിലിടേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് റിക്കവറി ടീം പോലെ ആ അക്കൗണ്ട് എടുത്ത് തന്നിട്ട് പിന്നെ നമുക്ക് ഒന്നും കൂടി ആ അക്കൗണ്ടിൽ റീപോസ്റ്റ് ചെയ്യാം. അത് പോയിട്ട് എനിക്കറിയില്ല. ബേസ്ബോളൊക്കെയാണ് ഞാൻ രാവിലെ 5 മണിക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോഴും അതിലങ്ങനെ ബേസ്ബോൾ തന്നെ. പോർച്ചുഗൽ മുമ്പി ബ്രോ. സൂയി വിൽ നെവർ ഡിസപ്പോയിന്റ് ബ്രോ. നമ്മൾ തോൽവിയിൽ നിന്ന് തുടങ്ങണം, മനസ്സിലായോ? തോൽവിയിൽ നിന്ന് തുടങ്ങണം. നമ്മൾ തോറ്റിട്ടില്ല. അപ്പോൾ നമ്മൾ നിങ്ങളെന്താ പറയുക, നമ്മളിങ്ങനെ പറ്റിക്കുകയാണ്. ക്രിസ്ത്യാനോ ഇങ്ങനെ നിങ്ങളെല്ലാവരും എന്താക്കും? ഇപ്പം മെസ്സി 3 ഗോൾ ഇട്ടു, ക്രിസ്ത്യാനോ 3 ഗോൾ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് പറയും? ക്രിസ്ത്യാനോ ഇപ്പോഴും ബാക്ക് ആൻഡ് ആക്ഷൻ ആണെന്നുള്ള പറയും. പക്ഷെ അത് നമ്മൾ പറയിപ്പിച്ചില്ല. നമ്മൾ നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആക്കും. നമ്മളെ ഫാൻസിനെ തന്നെ ഡിസപ്പോയിൻ്റ് ആക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചൊരു വരവുണ്ട്, മനസ്സിലായില്ലേ? ഇക്കുറി എന്തായാലും കപ്പ് നമുക്കുള്ളടാ, എഴുതി വെച്ചോ. പെനാൾട്ടി സെൽഫിഷോ? എന്ത് സെൽഫിഷ്? അണ്ണന് ഇന്നലെ പന്തന്നെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കടന്നുറങ്ങിയേനെ വണ്ടിയിൽ. ഞാൻ സത്യം പറയല, എൻ്റെ ഈ അക്കൗണ്ടൊക്കെ പോയാൽ ഞാൻ വേറെ ഏതൊക്കെ സോയല്ലേന്. ഞാൻ ഭക്ഷണം പോലും മര്യാദക്ക് കഴിച്ചിട്ടില്ലേന്. ഞാൻ അതിൻ്റെ ഒക്കെ ബാക്കിൽ ഇങ്ങനെ നടന്നു കണ്ട്. വിളിച്ചാത്ത ആൾക്കാരില്ല, എല്ലാവർക്കും വിളിച്ചിക്കണേ. പിന്നെ 6 മണിക്ക് ക്ലോസ് ആവില്ലേന്നോ? 6 PM ക്ലോസ് ആവോ? ഇല്ലല്ലോ, 6 മണിക്ക് ക്ലോസ് ആവോ? ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടോ എല്ലാരും? 6 PM അല്ല, 6 PM, സോറി. ഞാൻ എൻ്റെ തൊള്ളിന്ന് എന്തേലും ബിഗോ നോക്കിക്കാണ് ഇനി. എടാ എനിക്ക് ഗ്യാങ്ങാൻ ഇതൊന്നും കാണൂലല്ലേ. ഒഫീഷ്യൽ ഓപ്പണിംഗ് ഇത് എത്ര ടൈം വരെ ഉണ്ട്? ലീഡർ, കോ ലീഡർ, ഗ്യാങ് നെയിം ഫോർ ദ വിൻ, FTW, റേഡിയോ നമ്പർ 911. എന്താ പോർഷെ റേഡിയോ, എൽ ക്ലാസിക്കോ. എന്ത് പേരാടാ അതൊക്കെ? 500 ബ്രദേഴ്സ്, ANB മുമ്പ് ഉണ്ടായിരുന്ന ഗ്യാങ് ആണല്ലോ. ANB സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ഗ്യാങ് അല്ലേ മുമ്പ്? സൈക്കോ ട്രേഡർ, ANB അല്ല ഗൈസ്. ഇതാരാ? റൂത്ത്ലെസ് ബ്ലഡ് ഹൗണ്ട് 7, RB7ഓ? എടാ ഇത് നമ്മളെ ഒരു മൂഡ് പോയല്ലോ. എത്തിപ്പെട്ട് RB7ഓ? പറയിപ്പില്ലല്ലേ? ഇത് പറഞ്ഞോ, ഞാൻ ലൈവാ. പറഞ്ഞോ, ഞാൻ ലൈവാ. അവിടെ ആരാ? ലൈവാ. ഓഫാക്ക്. എൽ ക്ലാസിക്കോ സീനാണെന്നോ? എത്ര സീന് നമ്മക്ക് കേറോ? നമ്മളൊരു ഒരു 4 റിക്രൂട്ട്, 5 റിക്രൂട്ട് മാക്സിമം നോക്കി വെച്ചാണ്. അത് നമ്മൾ ഗ്യാങ് ഫോം ആവണമെന്ന് 1 വീക്കും കൂടെ അല്ലേ ഉള്ളൂ. 1 വീക്ക് കഴിയുമ്പോൾ നമ്മൾ ഗ്യാങ് ഒഫീഷ്യലി ആവണമെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിട്ട് നമ്മൾ ഇതാക്കും. ഓഫ് കോഴ്സ് PVP.
PvP നോക്കി വെച്ചിട്ടുണ്ട് നമ്മള്. എത്തിപ്പോ ബിലാലെ ഇതിലിപ്പോ RB സാധനൊക്കെ ഏതാ ഈ ഗ്യാങ്? മൂഡ് പോയല്ലോ ഇപ്പൊ. IGZ RB7ന്റെ ടോട്ടൽ ലിസ്റ്റ് നോക്കിയാൽ 18 പേരേ ഉള്ളൂ. 20 മിനിമം. അതുപോലും അറിഞ്ഞൂടാ അതൊക്കെ കൊണ്ടിട്ടേക്കുന്നു. അങ്ങനെ ഉണ്ടോ? അപ്പൊ ഇത് മിനിമം പേഴ്സ് 20 പേരല്ലേ സബ്മിഷന്റെ ടൈമില്. അതിൽ 18 പേരെ ഇട്ടിട്ടുള്ളൂ. ഇൻഗ്രഡ് ഗോൾസ് IGZ പോലെ അത് ഒരു പേരൊരു മട്ടം കിട്ടില്ല. ഷെയ്ക്ക് live ആണോ? ഷെയ്ക്ക് live ആണോ? ഞാൻ ലൈവാ. ഇതേതാ MG3 ഒക്കെ പഴയ ഗ്യാങ് അല്ലേ? പഴയ gang അവിടെ പിന്നെ ഉണ്ട്. കൊറേ പേര് തിരിച്ച് ആക്റ്റീവ് ആവാൻ നോക്കുന്നുണ്ടല്ലേ കൊറേ ഗ്യാങ്. IGZ ഉം അതെ, IGZ ഉം പഴയതാ. വൽഹല്ല അപ്പാപ്പൻ അത് നല്ല പേരാട്ടോ. വൽഹല്ല ആക്ച്വലി VH കൊള്ളാം. റേഡിയോ നമ്പർ 71. ബ്ലാക്ക് ഗോൾഡ് വൈറ്റ്. ബ്ലാക്കും ഗോൾഡും വൈറ്റും കിട്ടുമോ ഇതിനെ? ബ്ലാക്കും ഗോൾഡും ഇവരല്ലേ VNB. റാംബോ രാജുഭായ് അപ്പാപ്പൻ. അപ്പാപ്പനും രാജുഭായ് ഒരു കോ ലീഡർ. അംബാൻ ചാപ്സ് ഷിബു DNL സ്പീഡോ ബോബി കൂപ്പർ ബുള്ള് മാൽപ്രോ മാരി ജാസി റയാൻ കരിമീൻ റൊസാരിയോ ഗെറ്റോ തുരുമ്പ് സൈക്കാരാ? ഗെറ്റോ അറിയണത് ഗോലിസോഡയാണോ? അല്ലല്ല വേറെ പ്ലെയറാ. അത് R34 ഉണ്ട്. അതെ കേട്ടോ. നൈസ് നല്ല ലിസ്റ്റാ. നല്ല പേരാ വൽഹല്ല നല്ല പേരാ. നമ്മളതൊരു അങ്ങനത്തെ പേരല്ല ഗൈസ്. നമ്മളതൊരു ഒരു ഇംഗ്ലീഷ് ടച്ച് ഉള്ള പേരാ. ഇതൊരു അറബിക് ടച്ച് ഉണ്ട് ഇതിന്. ഗ്രീക്ക് സാധനം. നല്ല പേരാ. കൊള്ളാം. അത് ആക്ച്വലി ഗ്രീക്സ്, അതായത് വൈക്കിങ്സിന്റെ ഒക്കെ സ്വർഗത്തിന് പറയുന്ന പേരാ ലൈക്ക് വൽഹല്ല. ലീക്കാക്കാനോ? എന്ത് ഇല്ല, ഞാൻ ലീക്കാക്കാൻ ഇപ്പൊ എന്താ ഞാൻ ലീക്കാക്കി? പബ്ലിക് ആയിട്ടുള്ള സാധനം. സാബുരോ? അതെന്താണ്? സുഗുരു ഗെറ്റോ. അല്ല ഞാൻ കരുതി സാബുര് ഇപ്പൊ ഇന്ന് രാവിലെ വരെ പറഞ്ഞില്ല. ഞാൻ കരുതി സാബുര് അപ്പൊ എന്നോട് പറയാതെ അപ്പുറത്ത് പോയി കയറി. 6 PM വരെ ഉള്ളൂ. ഇത് എവിടെ പറഞ്ഞത് 6 PM വരെ ഉള്ളൂ? പോടാ ചുമ്മാ തള്ളല്ലേ. നാളെ 2 ദിവസം എന്നാ പറഞ്ഞേ. 2 ദിവസം എന്നാ ടൈം തന്നെ. അല്ല എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? 48 മണിക്കൂറുണ്ട്. അല്ല 19-ാം തീയതി രാത്രി 12 മണി വരെ അല്ലേ? 19th എന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ എന്താ പറയുക, ഇത് ആക്റ്റീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെടാൻ പോണത് സിറ്റിയിലുള്ള ഓൾറെഡി ഉള്ള ഗ്യാങ്ങുകളായിരിക്കും. ബ്രാവോ പറഞ്ഞ 6 AM ആണോ? 9:50. അത് ഈഗിളിന്റെ ലൈവിന്റെ ടൈമോ? എന്തെല്ലോ പറയുന്നടാ അവന്മാര് ചുമ്മാ. ആൾ ക്രൈറ്റീരിയ ബിലോ മിനിമം മെമ്പർ കൗണ്ട് 20. അപ്പൊ പിന്നെ എന്തിനാ ഈ 18 ആൾക്കാരെ വെച്ചാണ്ട് ഒരു ഗ്യാങ് ഇട്ടിക്കണ ഇവിടെ? ഇതൊന്നും വായിക്കാതെ കൊണ്ടുവന്നിട്ടാവുന്നുണ്ട് കേട്ടോ. ഓലയുടെ ഒന്ന് എഡിറ്റ് ചെയ്താണ്ട് ആൾക്കാരെ ആഡ് ചെയ്താണ്ട് ഒന്നും കൂടി ഇടാൻ പറഞ്ഞേക്ക്. മാക്സിമം പ്ലേയേഴ്സ് 35. ടോട്ടൽ cumulative play time a minimum of 500 total hours across all members on the submitted list. 500 total hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എല്ലാ പ്ലേയേഴ്സിലും 500 total hours. അതാണോ 500 ലോയൽറ്റി പോയിന്റ്? നോയാ? 1 മണിക്കൂർ ഒരു പ്ലെയർ കളിച്ചാൽ 1 ലോയൽറ്റി പോയിന്റ് ആണോ കയറാ? ഓഹോ. 500 മണിക്കൂർ. അപ്പൊ നമ്മൾ മാക്സിമം ആക്റ്റീവ് ആണോ മറ്റു മോണിറ്ററിംഗ് ടൈമില്? റക്ക് ലീക്ക് ആക്കിയോന്നോ? എന്ത് റക്ക്? DC നോക്ക്. ലീക്കാക്കി അവരെ ന്യൂ റക്കാ? എന്ത് റക്കടാ? ന്യൂ റിക്രൂട്ട്മെന്റ് ലീക്ക് ആക്കിന്ന്. റിക്രൂട്ട്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതില്. വൽഹലേന്റെ റിക്രൂട്ട്മെന്റ് ലീക്ക് ആക്കി. വൽഹലേന്റെ 3 പ്ലേയേഴ്സ് പുതിയതായിട്ട് ആഡ് ചെയ്യിക്കണേ. എടാ അത് ഓൾറെഡി അതിൽ ഇട്ട പേരാ ഞാൻ വായിച്ചത്, അല്ലാതെ ഞാൻ ആരെയും അതായി പൊട്ടന്മാർ പറയുന്നേ. ഓൾറെഡി ലീക്കാണ്. എന്നെ മണ്ടനാക്കാൻ നോക്കുകയാണ് തോന്നുന്നുണ്ട് അവന്മാര്. Each members listed must have a minimum of 20 hours play time.
മിനിമം അത് ചെയ്യണം അല്ലേ? ഒരാൾ 20 മണിക്കൂർ ഒരാഴ്ചയിൽ 20 hours. അതൊക്കെ എല്ലാവരും കംപ്ലീറ്റ് ആക്കും എന്തായാലും. മെമ്പേഴ്സ് ബിലോ ദിസ് ത്രെഷോൾഡ് വിൽ റിസൾട്ട് ഇൻ ആപ്ലിക്കേഷൻ റിജക്ട്സ്. അതായത് ഇതിൽ 20 മണിക്കൂർ കളിക്കാത്ത ആൾക്കാർ ഈ ആപ്ലിക്കേഷൻ തന്നെ പോവോ ഇവര്? ഇൻഡിവിജ്വൽ മെമ്പർ റിക്വയർമെന്റ്. അപ്പൊ ആൾക്കാർ കയറൽ നിർബന്ധമാണ്. Any gang with major FRP violations will be immediately rejected. No expectations. Maintain high quality, realistic and immersive roleplay. RP. The initial submitted members list is final. New co-leaders. അത് നാളെ നമ്മൾ ലിസ്റ്റ് ഇടുമ്പോൾ കാണാം ഗൈസ്. 2 co-leader ഉണ്ടാവുള്ളൂ. ഒരാളെ ഞാനിങ്ങനെ നോക്കി വെച്ചാണ്. അത് മാക്കിനോട് കൂടി ഒന്ന് സംസാരിക്കണം. എനിക്ക് ടൈം ഒന്നിനും കിട്ടിയിട്ടില്ല മുത്തേ. ഞാൻ സത്യം പറയാലോ, എനിക്ക് ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല. ഞാൻ കാണിച്ചുതരാം. ക്യാമറ എടുത്ത് കാണിച്ചെന്നാ ഞാൻ പറയില്ല. സ്റ്റാറിങ് ഒക്കെ ഞാൻ പറയാം എൻ്റെ നെഞ്ഞത്തെയാണ് സ്റ്റാറിങ്. അങ്ങനത്തെ അവസ്ഥയാണ്. ഞാൻ ഇന്ന് മറ്റേ ഫോർസ് ഒക്കെ കളിച്ചണമെന്ന് കരുതി വന്നപ്പോൾ ഞാൻ പറയാം, ഈഗിളിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കളിച്ചപ്പോൾ കഴിച്ച് സ്റ്റാറിങ് ഒക്കെ പതുക്കെ തിരിച്ചാൽ തന്നെ ഈഗിളിൻ്റെ വണ്ടി ഫുള്ള് തിരിയും. അത് എന്താ പരിപാടി അറിയില്ല. എൻ്റെ ഓട്ടർസ് തിരിച്ച് മറ്റേ ഇത് തിരിച്ചണ മാതിരി തിരിച്ചണം ഞാൻ. അങ്ങനത്തെ ഒരു അവസ്ഥ. സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി ഉണ്ടാവും, അത് കൂട്ടണം. മാലിക്ക് വിളിക്കണം, എന്താണ് അറിയില്ല. ഹലോ, VC വാ. ഓക്കെ വള്ളി കോലിഡർ നോക്കിയാ ടെൻഷൻ ആവണ്ട. നമ്മളതെല്ലാം അല്ല, നിങ്ങൾ ആരും ഡിസപ്പോയിൻറ്റഡ് ആവില്ല ഗൈസ്. നമ്മൾ ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ടേ വരുള്ളൂ. അത് നിങ്ങൾക്ക് ഉറപ്പേ തരാം. Any member in your list, if they currently part of existing gang club, must be remove their current gang club at the time of application. Dilshad bro, thank you for the 500 kick points. Means a lot bro. DLX power. ലീക്ക് ആക്കല്ലേ, പേരൊന്നും ലീക്ക് ആക്കല്ലേ വെറുതെ. പിള്ളേര് നാളെ DLXന്റെ ഒക്കെ വെച്ചാണ്ട് ലോഗോ ഒക്കെ അടിച്ച് വരും കേട്ടോ നാളെ തന്നെ. ഞമ്മക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ടടാ? 24 മെമ്പേഴ്സ്. 24 മെമ്പേഴ്സ്. അപ്പൊ നമ്മളായിരിക്കും അല്ലല്ലേ? ഇവിടെ ഈ ടീമുണ്ട്. ഇതിലെന്താ TBSന്റെ ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും സ്റ്റിൽ. BCZ ഉണ്ട്, TBS ഉണ്ട്. 35 ആൾക്കാരുള്ള ഗ്യാങ് ഏതാന്നടാ ഇത്? IGZ? അവര് പണ്ടുണ്ടായിരുന്നോ? ഏത് IGZ? IGZ MG3 ഒക്കെ പണ്ടുണ്ടായിരുന്നു. അത് ശരി. 35 ആൾക്കാരും കൊണ്ട് ഗ്യാങ് തുടങ്ങി. 25 ആൾക്കാരും കൊണ്ട് ANB ഉണ്ട്. 33 എൽ ക്ലാസിക്കോയും കുഴപ്പമില്ല. ആരും ഡിസപ്പോയിന്റഡ് ആവില്ല എന്ന് പറഞ്ഞു ഫുൾ എന്തിനടാ നിങ്ങൾ എന്തിനാ ഡിസപ്പോയിന്റ് ആവണേ? ചിൽ. ഈ K51 ആണോ അപ്പൊ IGZ? അല്ലല്ല, വേറെ IGZ വേറെ. ഷെയ്ക്ക് ചാമ്പാന വേവോളം കാത്തുന്നില്ലേ? നിങ്ങൾ 6 കൂടി കാക്കി. നാളെ കോട്ടയം എൽ ക്ലാസിക്കോ. എൽ ക്ലാസിക്കോ അപ്പൊ തമിഴ് ഗാങ്ങാ? തമിഴ് ഗാങ്ങ. പണ്ടത്തെ മറ്റേ ഇവിടെ ഉണ്ടായിരുന്നു AKM എന്ന് പറഞ്ഞ ഗാങ് ഉണ്ടായിരുന്നില്ല ശരിക്കും. അതിലെ മെമ്പേഴ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട്. ശരി, കോട്ടറിനെ കാണാനല്ലോ ഇതില്. കോട്ടർ ടൈലങ് നമ്മ കോട്ടറാണത്. പേര് മാറ്റിയോ? കൊള്ളാം. ഡ്രേക്ക് IGZ ആണ്. എനിക്കറിയില്ല. ഡ്രേക്ക് K51 ഓർമ്മയില്ലേ? ഞാൻ കണ്ട് എൽ ക്ലാസിക് ഒരു സീന ഗ്യാങ് ആയിരിക്കും. നോക്കാം. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് പറയാം. അല്ലാതെ ഇപ്പം എന്താ പറയാൻ പറ്റും? സിറ്റി കയറിയിട്ട് തന്നെയല്ലേ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ പ്ലേയേഴ്സിന്റെ പേര് കണ്ടുകൊണ്ട് മാത്രം നമ്മൾ നോക്കണ്ട. ഈവൻ നമ്മക്കാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളേന്ന് ഒരു സിനർജിയൊക്കെ സെറ്റായി നമ്മളൊന്ന് റെഡിയായി വരുന്ന ഗ്യാങ്ങായിരുന്നു. നല്ല രീതിയിൽ വന്ന ഗ്യാങ്ങേനു. അപ്പോൾ അതിൽ ഓൾറെഡി സ്പ്ലിറ്റപ്പ് ആയപ്പം എന്തായാലും ഒരു വാർ ലൈനപ്പിൽ തന്നെ നമുക്ക് എത്ര പ്ലേയേഴ്സ് പോയടാ ബിലാലെ? 3-4 പ്ലേയേഴ്സ് പോയില്ലേ നമ്മളേന്ന്? 3-4 പ്ലേയേഴ്സ് വാർ ലൈനപ്പിൽ നിന്ന് പോയില്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് എഫക്റ്റ് ചെയ്യും. പുതിയ റിക്രൂട്ട് എടുത്താലും
അതൊക്കെ സിങ്കായി സെറ്റായി വരുമ്പോഴത്തേനൊക്കെ ടൈം എടുക്കും. നോക്കാം. എനിവേ നാളെ ഇത് 6 മണി വരെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് ഉള്ളത് തന്നെ. ആ ശരിക്കും നോക്കട്ടെ. അത് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് എവിടെ പറഞ്ഞു കേട്ട പോലെ എനിക്ക് തോന്നി. ഇല്ല, മേളില് റൂൾസ് ഇട്ടിട്ടുണ്ട്, നോക്കട്ടെ. ഇല്ല, മേളിൽ അനൗൺസ്മെന്റിൽ ഇട്ടിട്ടുണ്ട് 2 ദിവസം 48 മണിക്കൂർ അങ്ങനെ ടൈം. അപ്പൊ ഇട്ടപ്പോ നോക്ക്. GH ലൊക്കെ 7:54 നാളെ പറഞ്ഞ 7:54 വരെ ആദ്യം ഉണ്ട്. ഇപ്പൊ നമ്മള് പ്രീമിയം എടുക്കാന്ന് പറഞ്ഞപ്പം അവരും ഇതേപോലെ വേണമെന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ചോദിച്ചു ഇതാക്കിക്കണെന്നാ പറഞ്ഞത്. അപ്പം ഒരു ഫെയർ ഡിസിഷൻ ആണ് ബ്രാവ് എടുത്തത്. ഇതേപോലെ ആരാണോ ഫസ്റ്റ് 500 ലോയൽറ്റി പോയിന്റ്സ് കംപ്ലീറ്റ് ആക്കണ വെച്ചാൽ അവർക്ക് കിട്ടും. നോക്കാം. നമ്മൾ പ്ലെയർ കൗണ്ട് കൂടുതലുണ്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ അഡ്വാൻറ്റേജാ, ചാൻസ് കൂടുതലാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. നോക്കാം. എനിവേ ഷെയ്ക്കിന് സൗണ്ട് ലോ ആണെന്ന്. എടാ എൻ്റെ സൗണ്ട് ലോ ആണോ? കുറെ അല്ല, നേരമായി പറയുന്നത്. നല്ല സൗണ്ട് ഉണ്ട്. നല്ല സൗണ്ട് ഉണ്ട്. 6 PM എന്ന് ബ്രാവ് പറഞ്ഞു. എനിക്കറിയില്ലടാ, ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്തായാലും ബ്രാവനോട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5:30 നമുക്ക് നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. നോക്കട്ടെ, ഒന്നെങ്കിൽ പുതിയ പേജ് എടുത്തിട്ട് അതിൽ ഇതേപോലെ അതിൽ അപ്ലോഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ മാലിക്കിനായിട്ട് കൊളാബ് ഇട്ടാണ്ട് ഏതെങ്കിലും അപ്ലോഡ് ചെയ്യുക നോക്കിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ. നല്ല പേജ് ഉണ്ട് ഷെയ്ക്ക്. ബിലാലായിരിക്കും അല്ലേ? അത് അവിടെ ആണെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ. എന്റെ അഭിപ്രായത്തിൽ അപ്പൊ ലൈവ് ഇടാണ്ട് ഒരു ഇനാക്റ്റീവ് പേജ് ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കാണ്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് സിനിമാറ്റിക് അപ്ലോഡ് ചെയ്യാം. വേണ്ട. അപ്പൊ നോട്ടിഫിക്കേഷൻ പോകില്ലല്ലോ, അത് വേണ്ട. ANB കളർ ഇട്ടോ? ANB ഗോൾഡ്, വൈറ്റ്, ബ്ലാക്ക്. എവിടെ ANBന്റെ കളറ്? ഗോൾഡ്, വൈറ്റ്, ബ്ലാക്ക്. അത് നമ്മളെ കളർ അല്ലായിരുന്നോ? അല്ല, ഇവർക്ക് കിട്ടൂലല്ലോ ഗോൾഡും വൈറ്റും ബ്ലാക്കും. എക്സ്റ്റി ഓൾറെഡി ഗോൾഡും വൈറ്റും ബ്ലാക്കും ആണ്. അത് തന്നെ. ഗോൾഡ് വൈറ്റ് ബ്ലാക്ക് ഇത് എന്തായാലും വെറുതെ കിട്ടില്ല. ചുമ്മാ ഇടുന്ന കൈസ്. ഇത് എനിക്ക് അത് തോന്നുന്നത് വാൽഹല്ലയും സെയിം ആയിട്ടേക്കുന്നേ. ആണോ? ഗോൾഡ്, വൈറ്റ്, ബ്ലാക്കോ? ആ, ബ്ലാക്ക്, ഗോൾഡ്, വൈറ്റ്. ശരിയാണ്. നോക്കാം. അത് നമ്മളെ കളർ ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. നമുക്ക് അപ്രൂവൽ തന്നിങ്ങനെ. നമ്മളൊരു വേറൊരു നല്ല കളർ ചോദിച്ചു, കളർ തന്നു. അതിന്റെ പണികൾ നോക്കണം. നമുക്ക് കളർ ഓൾറെഡി അപ്രൂവ് ആയി. നമ്മുടെ എങ്ങനെ റെഡ് അല്ല ഷെയ്ക്ക്? ഓ അതന്നെ ബിലാലെ. മിഞ്ഞാമണിയും പച്ചല്ല. നോക്കിയ ഹോസ്റ്റേജ് സ്ട്രീക്ക് 2. നോക്കിയ ഇന്ന് ഹോസ്റ്റേജ് ആയോ ആരുടെങ്കിലും? ആരെ? അതവരൊരു ഫസ്റ്റ് റൗണ്ട് അടി കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് അടിയിൽ അവന്മാര് വന്ന് പിടിച്ചതാണ്. ഒരു പണിയില്ലല്ലേ അങ്ങനെ ഹോസ്റ്റേജ് ആയിക്കോളി പറയിപ്പിച്ചാൻ വേണ്ടി കണ്ട്. ആയിട്ട് കാണട്ടെ. ഇതേമാതിരി ആവശ്യമില്ലാതെ പോയി ഹോസ്റ്റേജ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ മിസ്റ്റേക്കുകളൊന്നും നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യൂല. നമ്മളൊരു പ്രോപ്പർ. അല്ല, ഇതിപ്പോ സിവിലിയൻ അല്ലേ ഷെയ്ക്ക? നമ്മള് ചുമ്മാ ഒന്ന് വള്ളി എടുക്കും ഇവന്മാരോട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ ടോക്കിയോ. കഴിഞ്ഞ പ്രാവശ്യം വലിയ ഗുണമല്ലേ, പിന്നെ പോലെ കാണൂല. ടോക്കിയല്ല മോനെ വന്നേ. കഴിഞ്ഞ പ്രാവശ്യം ടോക്കിയോ ആയിരുന്നു ആദ്യത്തെ വാരം. ഓർമ്മല്ലേ ചേക്ക്? ടോക്കിയോ 14 vs 4 എന്താ? 10 സെക്കൻഡ്. അതെ, ഫസ്റ്റ് 10 സെക്കൻഡ് കൊണ്ട് തീർത്ത വാറ നമ്മള് വെറുതെ തന്നെ ആയിരുന്നു. മറ്റേ ടോക്കിയോന്റെ കളറിലെങ്കിലും പറ. വെയിറ്റ് ചെയ്തതല്ലേ, ഡിസപ്പോയിന്റ് ആക്കല്ലേ? എടാ കുശുംബൻ, ടിൽ ബ്രോ, ടിൽ നാളെ ഒരു 5-5:30 വരെ വെയിറ്റ് ചെയ്യ്. അലക്സ് 5 പിക്കോ. അതെന്താ അറിയോ? 5v15 ആയിരുന്നു. 5vs15. എന്നിട്ട് ആരാ? 2 പേരെ ഉള്ളായിരുന്നു. 4 പേരെ ഉള്ളായിരുന്നു. നമ്മള് 4 പേരുണ്ടെന്നുള്ളു. 4 പേര് വെച്ചിട്ട് അവര് അവസാനം 2 പേരെ ബാക്കിയുള്ളൂ. നമ്മള് 5v15. ടോക്കിയോ ഡിസ്മാന്റിൽ ബ്രോ. ടോക്കിയോ ഒക്കെ ഡിസ്മാൻഡിൽ ആക്കിയോ? അല്ല, അതൊക്കെ ടക്കായ തിങ്സ് ആണ്. ടക്കായ തിങ്സ്. ഡിലീറ്റ് യുവർ ഗാങ്. ഷെയ്ക്കിനൊക്കെ അവരാധിച്ചു ടോക്കിയോന്നോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ അതിന്റെ ബാക്കിൽ പോയിട്ടില്ല. നോക്കട്ടെ, നമുക്ക് നോക്കാം. നാളെ തൊട്ട് എന്തായാലും സിറ്റിയിൽ ഉണ്ടാവും കഴിച്ചു. എന്തായാലും ഗാങ്ങാവാൻ വലിയ താമസമില്ല എന്ന് ഷെയ്ക്ക് ടോക്കിയോ അടുത്തൊന്ന് പറഞ്ഞേക്ക്. എടുത്തിട്ട് മറ്റേ സാധനം ഒന്ന് റിവീൽ ചെയ്യണ്ടേ? മറ്റേ സാധനമൊക്കെ ഗിയറും ക്ലച്ചും ഒന്നും റിവീൽ ചെയ്യുന്നില്ല. ഗിയറും ക്ലച്ച് അതന്നെ പറഞ്ഞത്. ഗിയറും ക്ലച്ചും കൊടുക്കാനുള്ള സ്പേസ് കിട്ടിയില്ല ഇവിടെ. ഇതിന്മേ ഒരു സുഖം കിട്ടണില്ല.
ആ മേശമ്മ കുളിക്കാൻ പറ്റൂല. ഈ മേശമ്മ കൊടുക്കാൻ പറ്റില്ല. അതിന് ഇവിടെ ഐസ്തിരിപ്പെട്ടി മേശമ്മേല എന്ത് ഒരു കൊടുക്കാന്? മട്ടക്കന താഴത്തേക്ക് വേറെ പോകുന്നുണ്ട്. അപ്പൊ ഇതാണ്ട് ഉള്ളിൽ കുടിക്കാൻ പറ്റില്ല. ആകെ കുടുങ്ങിയത്. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ നിങ്ങളൊരു മറ്റേ ഓട്ടോറിക്ഷക്കാരുടെ മറ്റേ ഷർട്ടില്ലേ, ഒരു കാക്കി ഷർട്ട്, അതാണ്ട് ഇട്ടിട്ട് മറ്റേ തലയിലൊരു മറ്റേ എന്താ തോർത്തൊക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ട് സ്ട്രീമിൽ. യൂറോ ട്രക്ക് ആ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങ് ഓടിച്ചു. അങ്ങനെ എന്നെ ഊക്കിക്കോ. അല്ല അയ്യോ അയ്യോ പ്രണവ് പറഞ്ഞ് ചാകുന്നത് അവിടെ. അല്ലെങ്കില് താന് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗെയിമിംഗ് ചെയറിന്റെ വില കളയുന്ന ഒരു ഒറ്റ സ്ട്രീമറേ ഉള്ളൂ. ഈ ഓട്ടോറിക്ഷക്കാര് സൈഡ് ചെറിഞ്ഞിരിക്കില്ലേ, അതേപോലെയാണ് താരിക്കല്. ഈ ഗെയിമിംഗ് ചെയറിന്റെ ശരിക്കും ഒരു കാര്യം ചെയ്യും, തങ്കപ്പൻ ഇരിക്കൂലേ, പ്രണവന്നല്ലടാ. എന്തുവാടാ പ്രണവേ? തങ്കപ്പൻ ഇരിക്കുന്ന പോലെ ഇരിക്കുക. മിണ്ടുന്നില്ലല്ലോ. പ്രണവ് എന്താ ഉണ്ടാക്കുന്ന? പ്രണവ് TDM-ലാ guys. ആരും സെർവർ ഡെഫർ അടിച്ചേട്ടാ. TDM ഇല്ല. ആ നന്നായി, നല്ല കാര്യം, നല്ല കാര്യം. അങ്ങനെ ഉണ്ടോ? ഈവനിങ് 6 മണിക്ക് ശേഷം TDM ഇല്ല. രാവിലെ 6 ഇന്നലെ മണിക്ക് വൈകുന്നേരം 6 മണി ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ബഗ്ഗായിട്ട് വന്നു. അത് അവര് ടെസ്റ്റ് ചെയ്തതാ. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് 6 മണിയാകുമ്പോ TDM പോണ പോലെ. ഇന്ന് പോയോ? പേര് ലീക്കാക്കി. അയ്യോ പേര് ലീക്കാക്കി. ക്രൂ അലക്സ് പെണ്ണ് സെറ്റായി. പോടാ അലക്സിന് സെറ്റായ കോമഡിയാണ്. എന്നെ എപ്പോ കണ്ടില്ലേലും നേരെ TDM-ലോട്ട് വന്നാൽ അത് അവിടെ കാണുമെന്ന് പെണ്ണിനോട് പറയാ. അവസ്ഥ ഈ സിറ്റിയിൽ കിടില ഒരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചുതരാന്ന് പറഞ്ഞിട്ട് അവൻ TDM കൊണ്ട് കാണിച്ചു. എന്നിട്ട് ശരിക്കും ഇന്നേ എന്നെ വിളിച്ച് സിറ്റി കയറ്റിട്ട് മറ്റേ സിറ്റുവേഷൻ ഉണ്ടായി, തോക്ക് പോയില്ലേ, എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്ന മാക്കെ, എനിക്ക് പറ്റുന്നില്ല, ഒരു തോക്ക് വരുമെന്ന്. പിന്നെ ഞാൻ എന്റെ കയ്യിൽ തോക്കെടുത്ത് കൊടുത്ത്, തോക്കില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഫുഡ് വാട്ടർ ഒന്നും വേണ്ട, തോക്ക് മതി, എനിക്ക് തോക്ക് തരാനൊക്കെ. എനിക്ക് സിറ്റിക്ക് അറിയണമുണ്ട്, TDM ഇങ്ങനെ വട്ടുപിടിച്ച് കിടപ്പുണ്ട്. എടാ മേക്കെ അതൊക്കെ വിട്. ഇവിടെ ചിലവരൊക്കെ ഉണ്ട് ബോളൊക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞ കരച്ചിലൊക്കെയാണ്. ചില ടീമുണ്ട് ഏതോ വൻപൻ ലൈനപ്പാണ്, തേങ്ങയാണ് മാങ്ങയാണ്, അണ്ണൻ രണ്ട് ഹാട്രിക്കെല്ലാം അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാ. അണ്ണന് ഇതുവരെ ബോളന്നെ കിട്ടിയില്ല, അത് അതിനും കൂടുതൽ റഫറിക്ക് കിട്ടിണ്ടെന്ന് പറഞ്ഞ.